നാളെ കേരളത്തിന് നിർണായക ദിനം. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചൂരും ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. മുന്നണികളും പാർട്ടികളും ജയപരാജയങ്ങളുടെയും വോട്ട് നിലകളുടെയും ശതമാന കണക്കുകളുമൊക്കെയായി അണിയറയിൽ ചൂടൻ വാഗ്വാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. അവകാശവാദങ്ങളും വാക്ചരങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും കളം നിറയുമ്പോൾ തങ്ങൾ ഉയർത്തിവിട്ട അവകാശവാദങ്ങളുടെ പർവ്വതീകരിച്ച പ്രതീക്ഷകൾക്ക് കഴമ്പുണ്ടോ എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന് സംഭവിച്ച ഒരു രാഷ്ട്രീയ വ്യതിചലനമായിരുന്നു അൻവർ തൊടുത്തുവിട്ടത്. LDFിൻ്റെ ഭാഗമായി നിൽക്കുകയും ഒരു സുപ്രഭാതത്തിൽ LDFിൽ നിന്ന് അടർന്ന് അവർക്ക് നേരെ തിരിഞ്ഞ് അവർക്കെതിരെ ശക്തമായി ആരോപണങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി രാജിവെച്ചതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളം തെളിയുകയായി. ആദ്യം അൻവർ UDFിനൊപ്പം എന്ന് തോന്നും വിധം പ്രവർത്തിക്കുകയും പിന്നീട് അൻവർ അജണ്ടകൾ ലക്ഷ്യം വെച്ച് UDFിനെ പ്രതിരോധത്തിലാക്കുന്ന നില വന്നപ്പോൾ UDF ശക്തമായ നിലപാടോടെ അൻവറിനെ തള്ളിക്കളയുകയും അൻവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിത്വത്തെ നിരാകരിച്ചുകൊണ്ട് നിലപാട് ഉറപ്പിക്കുകയുമായിരുന്നു. കോൺഗ്രസ് മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയിയെ ആയിരുന്നു മുന്നിൽ നിർത്തിയ അൻവർ UDFിനോട് വിലപേശാൻ ഇറങ്ങിയത്. പക്ഷേ UDF നേതൃത്വം അതിന് തെല്ലും വില കൊടുക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. എന്നും കോൺഗ്രസ് പാർട്ടിയോട് വിധേയപ്പെട്ട VS ജോയി എന്ന നല്ല കോൺഗ്രസ്സുകാരൻ പാർട്ടി പറഞ്ഞത് മനസ്സാ അനുസരിച്ചു. പക്ഷേ അൻവറിനത് ഒരു കനത്ത അടിയായി. അൻവർ അതോടെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച് രംഗത്തിറങ്ങി. NDA BJP നിലമ്പൂരിലേത് അനാവശ്യ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് മത്സരരംഗത്ത് ഒരാളെ ഇറക്കാൻ കാണാതെ പിൻവലിയാൻ ശ്രമിച്ചിരുന്നു. അത് BJP പാർട്ടിക്കകത്ത് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഒരുങ്ങിയപ്പോൾ അവസാന നിമിഷം മോഹൻ ജോർജിനെ തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു BJP. ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ അൻവർ സ്വതന്ത്രനായി കളത്തിലിറങ്ങിയതോടെ നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരത്തിന് തിരിതെളിയുകയായിരുന്നു. പിന്നീട് മുന്നണികൾ തമ്മിലായിരുന്നില്ല അവിടെ കൊമ്പ് കോർത്തത്. BJP നിശബ്ദമായിരുന്നപ്പോൾ LDF UDF മുന്നണിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ അൻവറുമായിരുന്നു കൊമ്പ് കോർത്തത്. ഏറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ആക്രോശങ്ങൾക്കും ഒടുവിൽ കനത്ത മഴയിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സമാധാനപരമായ ഒരു പോളിംഗ് പ്രക്രിയ അവിടെ പൂർത്തിയായി എന്ന് വേണം കരുതാൻ. പോളിംഗ് ശതമാനം കുറയ്ക്കുമെന്ന് കണക്ക് കൂട്ടിയെങ്കിലും മുന്നണികളും പാർട്ടികളും തങ്ങളുടെ വോട്ട് നില ഉയർത്താൻ കഠിന ശ്രമം നടത്തിയതിൻ്റെ ഫലമായി 74.35% പോളിംഗ് അവിടെ നടന്നു. കഴിഞ്ഞ 2 തവണ നടന്ന തിരഞ്ഞെടുപ്പിനേക്കാൾ താഴെയാണ് പോളിംഗ് ശതമാനമെങ്കിലും താരതമ്യേന നല്ല പോളിംഗ് നിലവാരമായിരുന്നു. അതുകൊണ്ട് തന്നെ UDF തങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ ചരിത്ര നേട്ടമാണ് കൊയ്യാൻ അവിടെ പോകുന്നത്. നാളെ യഥാർത്ഥ ചിത്രം തെളിയുമെന്നിരിക്കലും UDF തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ജയം പ്രചരണ സമയത്ത് തന്നെ ഉറപ്പിച്ചിരുന്നു. ഇനി ഭൂരിപക്ഷം അത് വെറുമൊരു ഭൂരിപക്ഷമല്ല, ചരിത്ര ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് എത്രയെന്നേ അറിയേണ്ടതുള്ളൂ. നാളെ പുറത്തു വരുന്ന ഫലം കൊണ്ട് NDA കളത്തിൽ വലിയ ചർച്ചകൾക്ക് സ്ഥാനമില്ലെങ്കിലും NDFിനകത്ത് ഒരു വിവാദ ചുഴി രൂപപ്പെട്ടു എന്ന് വേണം കരുതാൻ. LDFിൻ്റെ ഘടകകക്ഷികളുടെ നിശ്ചിതമായ വിമർശനം CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്നതിൻ്റെ അലയൊലികൾ രൂപമെടുത്തു കഴിഞ്ഞു അവരുടെ അകത്തളങ്ങൾ. അതിലേറ്റവും പ്രധാനം വർഗീയ പാർട്ടികളുടെ കൂട്ടുകെട്ടും RSS ബാന്ധവുമായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനേൽക്കുന്ന പരാജയം കൂടിയാവുമ്പോൾ അത് പൂർണ്ണമാണ്. 9 വർഷക്കാലത്തിനിടയിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് പിണറായി പറഞ്ഞ പ്രസ്താവനകളും CPM നേതാക്കളുടെ പിന്താങ്ങലുകളും ഭരണത്തിൽ നിലനിൽക്കുന്ന വീഴ്ചകളും ധൂർത്തും അഴിമതിയും ഒക്കെ വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നത് നമുക്ക് കാണാം. അതിലുപരി വരാനിരിക്കുന്ന തദ്ദേശ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന തിരിച്ചടികളുടെ ആഘാതം എത്രമാത്രം രൂക്ഷമായിരിക്കുമെന്നും നാളത്തെ ഫലം നമുക്ക് വെളിവാക്കി തരും. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPMൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ വ്യതിചലനവും CPMൻ്റെ ഭാവി നിർവചിക്കുകയും ചെയ്യുന്ന ഒരു ദിനമായിരിക്കും നാളെ നിലമ്പൂരിൽ. ചരിത്രത്താളുകളിലൂടെ കേരളത്തിൽ LDF എന്ന മുന്നണിയുടെ അധപ്പതനവും UDF മുന്നണിയുടെ പ്രതാപകാലവും വെളിവാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നടന്ന പാതയോരങ്ങളിൽ ഇനി ത്രിവർണ്ണ പതാക പാറി പറക്കും.
ശക്തരായ ഇന്നത്തെ നേതൃത്വം ഒരു പുതിയ കേരള യുഗം അവിടെ സൃഷ്ടിച്ചെടുക്കും. അതിന് ശക്തി പകരുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചരിത്ര നേട്ടമാവും നാളെ നിലമ്പൂർ ഫലം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.